ഹേ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട് കോഴിപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഞാൻ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും നോമ്പിനൊരു തവണ ഉണ്ടാക്കുന്നതും കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫുഡാണിത്. അതും നോമ്പിനൊരു തവണയെങ്കിലും ഞങ്ങളിത് ഉണ്ടാക്കാതിരിക്കാറില്ല. അപ്പം നമ്മൾ ചിക്കൻ കറി നോർമൽ വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കോഴിപ്പിടി ഉണ്ടാക്കാൻ വേണം. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കണം. ഞാൻ അത്താഴത്തിന് എഴുന്നേറ്റ സമയത്താണ് അരി വെള്ളത്തിലിട്ട് വെച്ചത്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കുന്നത്. നോർമൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാനോ, എന്നിട്ട് ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. നമ്മളിങ്ങനെ പരത്തി കൊടുക്കൊന്നും വേണ്ട, നല്ല കട്ടിയിൽ മാവങ്ങ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ആ അരച്ച മാവിൽ വെള്ളം വറ്റി കിട്ടി നമുക്ക് മാവായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആ മാവ് മുഴുവനും നമ്മൾ ദോശയായിട്ട് ചുട്ടെടുക്കുക. അത് ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിത് ഇങ്ങനെ അപ്പം പോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. മറച്ചിട്ട് കൊടുക്കാൻ കുറച്ച് പണിയാണ്. ഞാൻ 2 കൈയിലൊക്കെ വെച്ചിട്ടായിരുന്നു മറച്ചിട്ട് കൊടുത്തിരുന്നത്. നമ്മളത് ചുടുമ്പോൾ തന്നെ ഓരോന്നും ജോയിൻ ചെയ്ത് കുഴച്ച് കൊടുത്ത് നല്ല മാവാക്കി എടുക്കുക. എണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയാൽ മതി. അപ്പോൾ മാളൂട്ടി എൻ്റെ കൂടെ കോഴിപ്പിടി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. കോഴിപ്പിടിയും കുഞ്ഞിപ്പത്തിരിയൊക്കെ ആണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ കൂടെ ഉണ്ടാക്കാൻ കൂടാൻ. ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മുമ്പ് ഞാനും തെറ്റിയിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പൊന്നും ചോദിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾ സ്വന്തം വന്നിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോഴിപ്പിടി കാരണം ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ പിടിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കണം. എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്, എന്നോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് മിക്സ് ചെയ്യുന്നത് നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോൾ എല്ലാം കൂടെ തിരക്ക് പിടിച്ചിട്ട് ആ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് ആ പിടി വേവിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് ചൂടാറിയിട്ടൊക്കെ മിക്സ് ചെയ്താൽ മതി. ടൈം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അപ്പം തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ കറി അതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എത്ര കറി വേണം നോക്കി നോക്കി ഒഴിച്ചാൽ മതി. ആ ചിക്കൻ പീസും കറിയും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓഫാക്കി വെക്കുമ്പോഴാണ് ചൂടാറുമ്പോഴേക്കും ഇങ്ങനെ ആവുള്ളൂ. പിന്നെ ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. മാളൂട്ടി ഫോർക്കൊക്കെ വെച്ചാൽ കഴിക്കുന്നത്, പക്ഷേ എനിക്ക് കൈ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.